ഇന്ന് നമുക്ക് സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചൈനീസ് ചിക്കൻ നൂഡിൽസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിലേക്ക് തിളക്കാനാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോൻ്റെ ഒരു പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ പൊടിച്ചിടണ്ട, ജസ്റ്റ് 2-3 പീസാക്കിയിട്ട് നമുക്കിത് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. നൂഡിൽസ് വേവിച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ വെന്ത് പോകാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. വെന്ത് കഴിഞ്ഞാൽ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൽ നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പശപ്പ് പോകാണ്ട് അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടോടുകൂടി ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ അത് ഒന്നും കൂടിയും വെന്ത് പിന്നെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ക്യാപ്സിക്കം 2 കളറിലുള്ളത് പകുതിയായിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പോളം സ്പ്രിംഗ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ 2 ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെക്കാം. പിന്നെ ഉള്ളി സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇടുന്നില്ല. സ്പ്രിംഗ് ഓണിയൻ്റെ ആ പോർഷൻ, വൈറ്റ് പോർഷൻ തന്നെയാണ് ഉള്ളിക്ക് പകരം ആഡ് ചെയ്യുന്നത്. പിന്നെ 2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, 2 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തത്, പിന്നെ 1 കപ്പ് ബീൻസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 50 ഗ്രാം ബട്ടർ കൂടി ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായാൽ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറിക്കിട്ടിയാൽ അതിലേക്ക് നമുക്ക് ആദ്യം ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് രണ്ടിനും കുറച്ചൊരു വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് അത് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാരറ്റും ബീൻസും കൂടി എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ, കളർഡ് ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം നന്നായിട്ട് മിക്സായി വന്നാൽ ഇതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. സോസെല്ലാം ചേർക്കുന്നതുകൊണ്ട് ലാസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ജസ്റ്റ് ഒന്ന് വെജിറ്റബിൾസിന് പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഹോട്ട് സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. വെജിറ്റബിൾസും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള സോസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ നൂഡിൽസ് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് വേഗം തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് നമ്മൾക്ക് കൂടുതൽ ഒട്ടിപ്പിടിച്ചതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്കത് സെപ്പറേറ്റ് ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നൂഡിൽസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും, ഒട്ടിപ്പിടിക്കുകയോ ചെയ്യില്ല. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഞാൻ 3 മുട്ട ഉപ്പും പെപ്പർ പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഓംലെറ്റ് പോലെ ആക്കി റോൾ ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം.
നമ്മൾ നൂഡിൽസ് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ 2 തവി വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണെങ്കിൽ ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. മുട്ട ലാസ്റ്റുള്ള കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ള മുട്ട കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ആദ്യം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാത്തത് അത് പിന്നെ പൊടിഞ്ഞു പോയിട്ട് പിന്നെ മുട്ട കാണാനുണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് മാറ്റി വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ചിക്കൻ നൂഡിൽസ് റെഡിയായി. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അലാമി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നൂഡിൽസിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം സെർവ് ചെയ്യുന്നത് ഒരു ടൊമാറ്റോ സോസ്, സോയാ സോസ്, പിന്നെ വൈറ്റ് കളറിലുള്ള ഒരു സോസും കൂടി നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് മേലെ കുറച്ചും കൂടി സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കളേർഡ് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നൂഡിൽസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന വൈറ്റ് സോസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതൊന്നുമില്ല, കുറച്ച് വിനാഗിരി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന പോലത്തെ സോസ് റെഡിയായി കിട്ടും. ഈ ഒരു സോസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസാണ്. പക്ഷേ കുട്ടികൾക്കൊന്നും അധികം കൂടുതൽ കൊടുക്കേണ്ട, വിനാഗിരി ആയതുകൊണ്ട് തന്നെ അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമൊന്നുമല്ല. പക്ഷേ നമുക്കെല്ലാം കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസാണ്. ഞാനിവിടെ ഒരു പച്ചമുളകും ചുവപ്പ് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.